എല്ലാവർക്കും മാത്ത് മൈൻഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റീസണിങ്ങിൻ്റെ ക്ലാസ്സസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് റാങ്കിങ് ആയിരുന്നു. റാങ്കിങ്ങിൻ്റെ ഫസ്റ്റ് 2 ടൈപ്പ് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർ ആ 2 ക്ലാസ്സുകളും കൂടെ കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് 3ാമത്തെ ടൈപ്പാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കൂടെ തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റഹീം ഈസ് 10 ഫ്രം ലെഫ്റ്റ്, അനു ഈസ് 21st ഫ്രം റൈറ്റ്. ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻസ്, റഹീം വിൽ ബിക്കം 15th ഫ്രം ലെഫ്റ്റ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് അനു ഫ്രം റൈറ്റ്? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് ടോട്ടൽ നമ്പർ ഓഫ്, അതായത് ഒരു റോ തന്നിരുന്നാൽ അതിൽ കുറച്ച് പൊസിഷൻസ് തന്നിരുന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ കണ്ടുപിടിക്കാനും, അതുപോലെ ഒരു സൈഡിൽ നിന്നുള്ള നമ്മുടെ പൊസിഷൻ തന്നിരുന്നാൽ അടുത്ത സൈഡിൽ നിന്നുള്ള പൊസിഷൻ കണ്ടുപിടിക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെ പൊസിഷൻസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2 പേരുണ്ട്, റഹീമും ഉണ്ട് അനുവും ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 പേരെ നമ്മൾ എടുത്തിട്ടുണ്ട്, റഹീമും അനു. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റഹീം ഈസ് 10 ഫ്രം ലെഫ്റ്റ്. അപ്പോൾ റഹീം എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്ന് 10ാമതാണ് നിൽക്കുന്നത്. അപ്പോൾ റഹീമിൻ്റെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് 10th ആണ്. അനുവിൻ്റെ പൊസിഷൻ 21st ഫ്രം റൈറ്റ്. അനു എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന്, വലതുവശത്ത് നിന്ന് 21st ആണ് ഉള്ളത്. അപ്പോൾ സോ ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻസ്, അപ്പോൾ അവരവരുടെ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ പൊസിഷൻ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം റഹീം ലെഫ്റ്റ് സൈഡിലും അനു റൈറ്റിലുമായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അവർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ റഹീമിൻ്റെ പൊസിഷനിൽ അനുവും വന്നു, അനുവിൻ്റെ പൊസിഷനിൽ റഹീമും വന്നു. അപ്പോൾ ക്വസ്റ്റ്യനിന് ബാക്കി എന്താണ്? അവർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമുള്ള പൊസിഷൻ എന്ത് ചെയ്യുന്നില്ലല്ലോ, മാറുന്നില്ല. ഓക്കെ, അപ്പോൾ റഹീം എന്താകും? പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ റഹീം ലെഫ്റ്റിൽ നിന്ന് 15th ആകും, 15ാമതാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റഹീം എന്തായി? ലെഫ്റ്റിൽ നിന്ന് 15ാമതായി. ഓൾറെഡി നമുക്കറിയാം റഹീം എന്താണ്? റൈറ്റിൽ നിന്ന് 21st ആണ്. കാരണം പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ റഹീം റൈറ്റിൽ നിന്ന് 21st ആയി. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 15th ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് പഠിച്ച ക്വസ്റ്റ്യൻസ് ഇത് നമുക്കറിയാം. അതായത് നമ്മൾ പഠിച്ച ടൈപ്പ് എന്തായിരുന്നു? ഒരാളുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമുള്ള പൊസിഷൻ, അല്ലെങ്കിൽ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നുള്ള പൊസിഷൻ, അതായത് 2 സൈഡിൽ നിന്നുള്ള പൊസിഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ സോ ബൈ കൺസിഡറിങ് ദ പൊസിഷൻ ഓഫ് റഹീം, ഹീ ഈസ് 15 ഫ്രം ലെഫ്റ്റ് ആൻഡ് 21st ഫ്രം റൈറ്റ്. അപ്പോൾ റഹീം ലെഫ്റ്റിൽ നിന്ന് 15th റൈറ്റിൽ നിന്ന് 21st ആണ്. സോ ഫ്രം പ്രീവിയസ് നോളജ് വി നോ ദാറ്റ് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് 2 പൊസിഷനും കൂടെ ആഡ് ചെയ്യുക, സം ചെയ്യുക, അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ. അപ്പോൾ ഇവിടെ 2 പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് റൈറ്റിൽ നിന്ന് 21st, ലെഫ്റ്റിൽ നിന്ന് 15, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ബാക്കി എന്താണ്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് അനു ഫ്രം റൈറ്റ്? റൈറ്റിൽ നിന്നുള്ള അനുവിൻ്റെ പൊസിഷൻ എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അനു എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 10th ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ അനു എന്തായി? ലെഫ്റ്റിൽ നിന്ന് 10th ആയി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ 35 ആണെന്നും കിട്ടി. നമ്മൾ പഠിച്ച അടുത്ത ടൈപ്പ് ഇതായിരുന്നു. എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ അറിയാം, ഒരു സൈഡിൽ നിന്നുള്ള പൊസിഷൻ നമുക്കറിയാമെങ്കിൽ അടുത്ത സൈഡിൽ നിന്നുള്ള പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ബൈ കൺസിഡറിങ് ദ പൊസിഷൻ ഓഫ് അനു, വി ഹാവ് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഈക്വൽ ടു 35, പൊസിഷൻ ഓഫ് അനു ഫ്രം ലെഫ്റ്റ് 10. സോ പൊസിഷൻ ഓഫ് അനു ഫ്രം റൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ മൈനസ് ഏത് പൊസിഷനാണോ തന്നേക്കുന്നത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക. ടോട്ടലിൽ നിന്ന് തന്നേക്കുന്ന പൊസിഷൻ സബ്ട്രാക്റ്റ് ചെയ്യുക, 1 ആഡ് ചെയ്യുക. സോ ടോട്ടൽ ഇവിടെ 35 ആണ്. ലെഫ്റ്റിൽ നിന്നുള്ള അനുവിൻ്റെ പൊസിഷൻ 10 ആണ്. സോ 35 മൈനസ് 10 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? 26. സോ പൊസിഷൻ ഓഫ് അനു ഫ്രം റൈറ്റ് എന്ന് പറയുന്നത് 26 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2 പേര് ഒരു റോയിലോ കോളത്തിലോ ഉണ്ടാകുമ്പോൾ അവർ രണ്ടും അവരുടെ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊസിഷനിലെ വ്യത്യാസം.
അപ്പോൾ രണ്ടുപേരുടെയും പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ടൈപ്പ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. നമ്മൾ പ്രീവിയസ്ലി പഠിച്ച 2 ടൈപ്പ് അതേപോലെ അതിന് രണ്ടും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് സെയിം പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. പ്രിയ ഈസ് 17 ഫ്രം ലെഫ്റ്റ് ആൻഡ് നേഹ ഈസ് 24th ഫ്രം റൈറ്റ്. ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻസ് നേഹ വിൽ ബിക്കം 30th ഫ്രം റൈറ്റ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് പ്രിയ ഫ്രം ലെഫ്റ്റ്? ഓക്കെ, അപ്പോൾ പ്രിയ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 17ാമതാണ്, നേഹ റൈറ്റിൽ നിന്ന് 24th ആണ്. അപ്പോൾ 2 പേരാണ് നമുക്കിവിടെ ഉള്ളത്, പ്രിയയും നേഹയും. ഇഫ് ദ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻസ്, അവർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നേഹ 30th ഫ്രം റൈറ്റ്, റൈറ്റിൽ നിന്ന് 30th ആവും. അങ്ങനെയാണെങ്കിൽ പ്രിയ ലെഫ്റ്റിൽ നിന്ന് ഏത് പൊസിഷനിലാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ പ്രിയയുണ്ട്, നേഹയുണ്ട്. പ്രിയ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 17th ആണ്, നേഹ റൈറ്റിൽ നിന്ന് 24th ആണ്. സോ അവർ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അപ്പം നേഹ പ്രിയയുടെ പൊസിഷനിലും പ്രിയ നേഹയുടെ പൊസിഷനിലും പോയി. അപ്പോൾ ഇപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്? ഇപ്പോൾ നേഹ ലെഫ്റ്റിൽ നിന്ന് 17th ആയി, പ്രിയ റൈറ്റിൽ നിന്ന് 24th ആയി. ഓക്കെ ആണല്ലോ. ഇനി പിന്നെന്താ തന്നേക്കുന്നത്? നേഹ വിൽ ബിക്കം 30th ഫ്രം റൈറ്റ്. അപ്പോൾ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നേഹ റൈറ്റിൽ നിന്ന് 30th ആവുമെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് നേഹ ലെഫ്റ്റിൽ നിന്ന് 17th ആയി, പിന്നെ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റൈറ്റിൽ നിന്ന് 30th ആയി. അപ്പോൾ നേഹയുടെ 2 സൈഡിൽ നിന്നുള്ള പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ കണ്ടുപിടിക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ പാറ്റേണിൽ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ബൈ കൺസിഡറിങ് ദ പൊസിഷൻ ഓഫ് നേഹ, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 സൈഡിലെയും പൊസിഷൻസിൻ്റെ സം, അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതായിരിക്കും. സോ 17 + 30 - 1 = 46. സോ ഈ ഒരു സിസ്റ്റത്തിലുണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് 46 ആണ്. അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് പ്രിയയുടെ പൊസിഷൻ കണ്ടുപിടിക്കുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് 46 ആണ്. പൊസിഷൻ ഓഫ് പ്രിയ ഫ്രം റൈറ്റ് 24 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിളും തന്നിട്ടുണ്ട്, ഒരു സൈഡിൽ നിന്നുള്ള പൊസിഷനും തന്നിട്ടുണ്ടെങ്കിൽ പൊസിഷൻ ഫ്രം ലെഫ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പീപ്പിൾ മൈനസ് തന്നേക്കുന്ന പൊസിഷൻ +1. അപ്പോൾ ഇവിടെ 46 - 24 +1 വരും. സോ പൊസിഷൻ ഓഫ് പ്രിയ ഫ്രം ലെഫ്റ്റ് എന്ന് പറയുന്നത് 23 ആയിരിക്കും ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2 ക്വസ്റ്റ്യനാണ് ചെയ്തത്, ഇൻ്റർചേഞ്ചിങ് പൊസിഷൻ ആയിരുന്നു. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കായി ഉണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാം is 12th ഫ്രം ടോപ്പ് ആൻഡ് അജയ് is 25th ഫ്രം ബോട്ടം. ഇഫ് ദേ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻസ് അജയ് വിൽ ബിക്കം 32th ഫ്രം ബോട്ടം. ദെൻ വാട്ട് ഈസ് റാംസ് പൊസിഷൻ ഫ്രം ടോപ്പ്? ഓക്കെ, ഇത് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ പഠിച്ച അതേ പാറ്റേണിൽ അതേ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റീസണിങ്ങിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഒന്നും മിസ്സാക്കാതെ കാണുക. ഓക്കെ, താങ്ക് യു.